ഏവർക്കും സ്നേഹവന്ദനം. 19 നൂറ്റാണ്ടിന്റെ അവസാനം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വേനലിന്റെ പൊടിയും മഴക്കാലത്തിന്റെ ചെളിയും ചേർന്ന് രോഗങ്ങളുടെ വിത്ത് വിതയ്ക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ചെറിയ പനികള്, പ്ലേഗ്, മലേറിയ ഇങ്ങനെ ഒട്ടനവധി സാംക്രമിക രോഗങ്ങൾ ആളുകളെ കൂട്ടത്തോടെ പിടികൂടി. ആശുപത്രികൾ നഗരങ്ങളിൽ വളരെ കുറച്ച് മാത്രം, ഗ്രാമങ്ങളിൽ ഡോക്ടറോ മരുന്നോ ഇല്ലാത്ത സാഹചര്യം. സ്ത്രീകളുടെ അവസ്ഥ അതിലും വളരെ പരിതാപകരമായിരുന്നു. അവർക്ക് പുറത്തേക്ക് വരാനാകുകയില്ല. പുരുഷ ഡോക്ടർമാരെ കാണാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. മുറികളിൽ എന്ന പോലെ അവരോരോ വ്യക്തികളും പ്രസവ വേദനയിൽ ജീവനും മരണവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളായിട്ട് മാറി. കാരണം പലതും ആധുനിക വൈദ്യശാസ്ത്രം ഗ്രാമങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ സ്ത്രീകളെ ഒറ്റപ്പെടുത്തിയിരുന്നു. ജനങ്ങൾ പലരും രോഗത്തെ ദൈവശിക്ഷയെന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ ചികിത്സ തേടാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സമയത്ത് ഇന്ത്യയിൽ വന്നിറങ്ങിയിരുന്ന അമേരിക്കൻ മിഷണറിമാരുടെ ഒരു കുടുംബമാണ് സ്കഡർ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും, സ്കഡർ കുടുംബം. ആ കുടുംബത്തിന്റെ യാത്രയെക്കുറിച്ചൊന്ന് നോക്കാം. ഡോക്ടർ ജോൺ സ്കഡർ 1819 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേക്ക് 206 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയ ആദ്യ അമേരിക്കൻ മിഷണറി ഡോക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹം രോഗികളെ ചികിത്സിച്ചു, ഗ്രാമങ്ങളിൽ മരുന്ന് വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിന്റെ സ്നേഹം രോഗികളുടെ മുറിവുകളിൽ ചേർക്കാൻ അദ്ദേഹം വളരെയധികം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രന്മാരും പുത്രിമാരും പിന്നെ ഇന്ത്യയിൽ തന്നെ സേവനം തുടർന്നു, ഡോക്ടേഴ്സായിട്ട്. അങ്ങനെ ഒരു തലമുറയായി സ്കഡർ ഡോക്ടർമാർ അറിയപ്പെട്ടു. ഈ കുടുംബത്തിന്റെ പാരമ്പര്യത്തിലാണ് 1870 ഒരു പെൺകുട്ടി ജനിക്കുന്നത്. അവളുടെ പേര് ഐഡ സോഫിയ സ്കഡർ എന്നാണ്. അവളുടെ പിതാവ് ജോൺ സ്കഡർ ജൂനിയർ, അമ്മ സോഫിയ. രണ്ടുപേരും തങ്ങളുടെ ജീവിതം ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യത്തിനും ആത്മീക ഉണർത്തലിനുമായിട്ട് ചെലവഴിക്കുകയായിരുന്നു. ഐഡ ബാല്യകാലം മുതൽ തന്നെ ഇന്ത്യയിൽ പഠിക്കാൻ ഇടയായിത്തീർന്നു. അവൾ കണ്ടുമുട്ടിയതായിട്ടുള്ള കുട്ടികൾ പലരും രോഗികളായിരുന്നു. അതിൽ പലരും, അവളോടൊപ്പം പഠിച്ചുകൊണ്ടിരുന്ന പല കുട്ടികളും പെട്ടെന്ന് ചെറിയ പനിയാൽ മരിക്കുന്നതൊക്കെ അവൾ കാണുകയുണ്ടായി. അമ്മമാർ പ്രസവത്തിൽ ജീവൻ വിട്ടുപോകുന്നതും അവൾ കണ്ടിട്ടുണ്ട്. ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർ മരുന്നില്ലാതെ വലയുന്നതും അവളെ ഒരുപാട് അലട്ടിയിരുന്നു. പക്ഷേ അവളുടെ ഹൃദയത്തിൽ അവൾ ഒരു തീരുമാനം ഉറപ്പിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ഒരിക്കലും ഈ ഇന്ത്യയിൽ ജീവിക്കുകയില്ല. ഒരല്പം കാലഘട്ടം കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോകും. കാരണം ഞാൻ ഒരിക്കലും മിഷണറി ആവില്ല. ഇത്രയും കഷ്ടപ്പാടിന്റെ വഴികളല്ല എന്ന് അവൾ തീരുമാനിച്ചു. എന്നാൽ 1890 രാത്രിയിൽ അവളുടെ ജീവിതം തിരിച്ചു മറിച്ച, അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ച 3 കൊട്ടലുകൾ അവളുടെ വീട്ടിൽ സംഭവിച്ചു. വീട്ടിലെ വിളക്കിന്റെ വെളിച്ചം മങ്ങിയപ്പോൾ ടക് 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 എന്നുള്ള ആ വാതിലിലെ മുട്ടുന്ന ശബ്ദം. അതിൽ അവൾ കതക് തുറന്നു നോക്കുമ്പോൾ ഒരു പുരുഷൻ: അമ്മ, എൻ്റെ ഭാര്യ പ്രസവ വേദനയിലാണ്, പുരുഷ ഡോക്ടറെ കാണിക്കാനാവില്ല, ദയവായി നിങ്ങളെങ്കിലും ഒന്ന് വരൂ. ഐഡ അദ്ദേഹത്തിന്റെ മുമ്പിൽ തലകുനിച്ചു. അവൾക്കൊന്നും ചെയ്യാനാവില്ല. വീണ്ടും രണ്ടാമത്തെ ആൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ വന്നിട്ട് അതേപോലെ തന്നെ കതവിൽ മുട്ടിയിട്ട് പറഞ്ഞു: അമ്മ, എൻ്റെ ഭാര്യ പ്രസവ വേദനയാൽ വേദനിക്കുകയാണ്, നിങ്ങൾ വന്ന് സഹായിക്കാമോ? അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, പരിശീലനമില്ല. വാതിൽ അടഞ്ഞു. വീണ്ടും മിഡ് നൈറ്റ് ആയപ്പോഴേക്കും, അർദ്ധരാത്രി ആയപ്പോഴത്തേക്ക് മൂന്നാമത്തെ ആളുടെ മുട്ടും അവൾ കേൾക്കാനിടയായി. അവളുടെ പിതാവ് ജോൺ സ്കഡർ ഡോക്ടറാണ്. അദ്ദേഹം ഇവരോടൊപ്പം പോകാൻ തയ്യാറാണ്. പക്ഷേ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഒരു പുരുഷ ഡോക്ടർക്ക് ഒരു സ്ത്രീയെ പരിശോധിക്കാനോ പരിചരിക്കാനോ അവകാശമില്ല. അതുകൊണ്ട് ഈ ഡോക്ടർ ചെല്ലാമെന്ന് പറഞ്ഞിട്ടും വന്നതായിട്ടുള്ള ഭർത്താക്കന്മാർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വിസമ്മതിച്ചതിന്റെ ഫലമായിട്ട് പിറ്റേന്ന് രാവിലെ 3 പേരുടെയും മരണവാർത്ത ഐഡ സോഫിയ സ്കഡർ എന്ന് പറയുന്ന പെൺകുട്ടി കേൾക്കുവാനിടയായി. അത് അവളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അവള് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി: ദൈവം ഇന്ന് എൻ്റെ ഹൃദയം തൊട്ടു. ഇനി ഞാൻ എൻ്റെ സുഖത്തിനായി ജീവിക്കയില്ല. ഈ ജനത്തിനു വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അങ്ങനെ അവൾ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവളുടെ മാതാവ് ചോദിച്ചു: ഐഡേ, നീ തിരിച്ചു പോവുകയാണോ? നീ തീർച്ചയാക്കിയിരിക്കുകയാണോ? നീ തീരുമാനമെടുത്തുവോ? അപ്പോൾ അമ്മയോട് അവൾ പറഞ്ഞു: അതേ അമ്മേ, ഞാൻ ഡോക്ടറായി തിരികെ ഇന്ത്യയിലേക്ക് എത്തും.
അവൾ അമേരിക്കയിലേക്ക് മടങ്ങി. വിമൻസ് മെഡിക്കൽ കോളേജ് ഓഫ് പെൻസിൽവാനിയയിലെ പഠനം അവൾ തുടങ്ങി. പിന്നീട് കോർണൽ മെഡിക്കൽ കോളേജിൽ 1899 അവൾ ബിരുദം നേടി. സുഹൃത്തുക്കൾ അവളുടെ ഉന്നതമായ വിജയം കണ്ടപ്പോൾ അവളോട് ചോദിച്ചു, ഐഡേ, നീ ന്യൂയോർക്കിൽ വലിയൊരു ആശുപത്രിയിൽ വളരെ പ്രഗത്ഭയായി തന്നെ ഒരു താരമായി തന്നെ വിളങ്ങുമല്ലേ? അപ്പോൾ അവൾ പറഞ്ഞ മറുപടി, അല്ല, എൻ്റെ ആശുപത്രി തമിഴ്നാട്ടിൽ വെല്ലൂരിലാണ്, എൻ്റെ ഹൃദയം ഇന്ത്യയിലാണ്. വെല്ലൂരിന്റെ വിത്ത് 1900 ഐഡ വിതയ്ക്കുവാനായിട്ട് ഇന്ത്യയിലേക്ക് അവളെ മടങ്ങിയെത്തി. ഒരു ചെറിയ വീട്ടിൽ ഒരു കിടക്കയോടെ അവൾ ഒരു ചെറിയ ക്ലിനിക്ക് ആരംഭിച്ചു. സ്ത്രീകൾ തമ്മിൽ പരസ്പരം പറയുകയുണ്ടായി, അവരൊരു ലേഡി ഡോക്ടറാണ്, നമുക്ക് അവരുടെ അടുക്കിലേക്ക് പോയി നമ്മുടെ രോഗത്തെ നിർണയിക്കുകയും ചികിത്സ തേടുകയും ചെയ്യാം, നമ്മൾ ഭാഗ്യമുള്ളവരാകുന്നുവെന്ന് ആ കാലത്തെ സ്ത്രീകൾ പറയാൻ തുടങ്ങി. അങ്ങനെ ക്ലിനിക്ക് വേഗത്തിൽ ജനങ്ങളെ കൊണ്ട് നിറയാൻ ഇടയായി. 1902 മേരി ടാബർ സ്കൂൾ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നുള്ള പേരിൽ ഒരു ചെറിയ ആശുപത്രി അവളെ തുറക്കുവാനിടയായി. സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ കാളവണ്ടികളിലും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള സ്ത്രീകളെ പല കഷ്ണങ്ങളിലൊക്കെ എടുത്തുകൊണ്ട് അവിടേക്ക് വരുമായിരുന്നു. അവർക്ക് ആർക്കും തന്നെ ഈ ആശുപത്രിയിൽ വരുന്നതിന് ഭയമില്ലായിരുന്നു. മാത്രമല്ല, അവർ വളരെ ആശ്വാസം കണ്ടെത്തി. ആ കാര്യങ്ങളൊക്കെ ഐഡ തിരിച്ചറിയാനിടയായി. ഒരു ആശുപത്രി മതിയാകയില്ല, ഇന്ത്യക്ക് 100 കണക്കിന് സ്ത്രീ ഡോക്ടർമാരെ കൂടെ താൻ മുഖാന്തരം ഉണ്ടാക്കണം എന്ന് അവൾ തീരുമാനം എടുക്കാൻ ആരംഭിച്ചു. ഞാൻ അവരെ വളർത്തും, ഞാൻ അവരെ പഠിപ്പിക്കും. അങ്ങനെ CMCയുടെ ജനനം ആരംഭിക്കുകയാണ്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് 1918 വെല്ലൂരിൽ സ്ത്രീകൾക്കായുള്ള മെഡിക്കൽ സ്കൂള് ആരംഭിച്ചു. സമൂഹം സംശയത്തോടെ ചോദിക്കുകയുണ്ടായി, സ്ത്രീകൾക്ക് ഡോക്ടർ ആകുവാനാകുമോ? ഐഡ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, നിങ്ങൾക്കാകും, നിങ്ങൾ ഇന്ത്യയുടെ ഭാവിയാണ്. അങ്ങനെ ആദ്യ തലമുറ വനിതാ ഡോക്ടർമാർ രാജ്യത്തിന്റെ ആരോഗ്യ ചരിത്രത്തിൽ പതിയുവാൻ ഇടയായിത്തീർന്നു. 1945 അത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ CMC ആയിട്ട് വളർന്നു. അതിൻ്റെ ഒരു മോട്ടോ, നോട്ട് ടു ബി മിനിസ്റ്റേർഡ് അൻടു ബട്ട് ടു മിനിസ്റ്റർ. ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടാവുന്നു. ഇത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് തമ്പുരാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനായിട്ടല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. ആ ഒരു വലിയ മോട്ടോയോടുകൂടിയാണ് പ്രിയപ്പെട്ട ഐഡ സ്കഡർ CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ആരംഭിച്ചത്. രോഗശാന്തിയുടെ വിപ്ലവം CMC ഇന്ത്യയിൽ ആരോഗ്യരംഗത്തെ വിപ്ലവമായിട്ട് കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. 1948 ലോകത്തിലെ ആദ്യ ലെപ്രസി റീകൺസ്ട്രക്റ്റീവ് സർജറി നടത്തുവാനിടയായി. 1961 ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ ഹാർട്ട് സർജറി CMC വെല്ലൂരിൽ നടത്തി. 1971 ഇന്ത്യയിലെ ആദ്യ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഐഡ എന്ന് പറയുന്ന ആ യുവതി ആരംഭിച്ച CMCയിൽ ആരംഭിക്കാൻ ഇടയായിത്തീർന്നു. ആരോഗ്യം നഗരത്തിനുള്ളതല്ല, ഗ്രാമത്തിനും വേണം. അങ്ങനെ ആ ആഗ്രഹത്തോടുകൂടെ റുഷ ചാഡ് പദ്ധതികൾ ആരംഭിക്കാനിടയായി. ഡോക്ടർമാരും നഴ്സുമാരും ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെട്ടു. കുട്ടികൾക്കും അമ്മമാർക്കും ആദ്യമായി ആരോഗ്യത്തിന്റെ വെളിച്ചം കിട്ടുവാനിടയായി. അതേപോലെ തന്നെ 1960 ഐഡ സ്കഡർ ഈ ലോകത്തിൽ നിന്ന് താൻ പ്രിയം വെച്ച കർത്താവിന്റെ അടുക്കിലേക്ക് പോയി. പക്ഷേ അവളുടെ കഥ ഇന്നും തുടരുകയാണ്. അവളുടെ ജീവിതം ഇന്നും അനേകരുടെ ജീവിതങ്ങളിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. CMC വെല്ലൂർ ഇന്ന് ഏഷ്യയിലെ മികച്ച മെഡിക്കൽ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ മഹത്വം കെട്ടിടങ്ങളിലും റാങ്കുകളിലുമല്ല, ഐഡയുടെ സേവനത്തിന്റെ ആത്മാവിലാണ്. ഒരു രാത്രി 3 തട്ടലുകൾ, 3 മരണങ്ങൾ ഒരു യുവതിയുടെ ഹൃദയം പൂർണ്ണമായിട്ട് മാറ്റിമറിക്കുവാനിടയായി. ഒരു രാഷ്ട്രത്തിന്റെ ആരോഗ്യ ചരിത്രം തൽഫലമായിട്ട് തിരുത്തപ്പെടുകയും ഉണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, പണത്തിനും പ്രശസ്തിക്കും വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും ഉന്നതമായ ഹോസ്പിറ്റലുകൾ പടുത്തുയർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, ഐഡ സ്കഡർ എന്ന് പറയുന്ന ആ സോഫിയ എന്ന പെൺകുട്ടി അന്നെടുത്ത തീരുമാനം, തൻ്റെ ജീവിതം ഒരു ഉയർന്ന നിലവാരത്തിൽ അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ അവർക്ക് ജീവിതം തീരുമാനിച്ച് അവിടെ തീർക്കാമായിരുന്നു. പക്ഷേ
അവർ നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ച്, നമ്മുടെ നാടിനെ സ്നേഹിച്ച്, നമ്മുടെ നാട്ടിൽ നിരാലംബരായിട്ടുള്ള സ്ത്രീകളെ സ്നേഹിച്ച്, ആർക്കും വേണ്ടാത്ത ജനത്തെ സ്നേഹിച്ച് ഈ രാജ്യത്തിലേക്ക് വരികയും നമുക്ക് ഈ വൈദ്യസേവനം ഇവിടെ തുടങ്ങി വെക്കുകയും ചെയ്തു. അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൈകളിൽ എന്തുന്ന സ്റ്റെതസ്കോപ്പും നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികളും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഐഡ സോഫിയ സ്കഡർ എന്ന് പറയുന്ന ഒരു യുവ ഡോക്ടർ, അവളെടുത്ത തീരുമാനം കൊണ്ട് നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്കിന്ന് ഡോക്ടറാകാനുള്ള ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് നിങ്ങൾ. വൈദ്യശാസ്ത്രത്തിന്റെ, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മാതാവെന്ന് വിളിക്കപ്പെടാവുന്ന ഐഡ സ്കഡറിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലും ചില തീരുമാനമെടുക്കണം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ രോഗികളോടും നിങ്ങൾ ഐഡ സ്കഡർ എങ്ങനെയാണ് പെരുമാറിയതെന്ന് മനസ്സിലാക്കി അതുപോലെ പെരുമാറണം. പണത്തിന് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ആയിരിക്കരുത് നിങ്ങളുടെ പെരുമാറ്റങ്ങളും നിങ്ങളുടെ ജീവിതങ്ങളും. മറിച്ച് പാവപ്പെട്ട ജനത്തിന് ഉന്നതമായ ചികിത്സ കിട്ടണം, ശക്തമായ രോഗസൗഖ്യം കിട്ടണം. ആ ഒരു ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഐഡ സ്കഡറിന്റെ ആത്മാവ് നിങ്ങളോട് വളരെ കൃത്യമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതിന് സാധിക്കുമോ? ചികിത്സാ രീതികളെ ബിസിനസ് ആക്കി കൊണ്ടുപോകുന്ന മുതലാളിമാരോട് പറയട്ടെ, സേവന സന്നദ്ധത എന്ന് പറയുന്നത് നിങ്ങൾ സമ്പാദിക്കുന്ന കാശിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അർപ്പണം ചെയ്യുന്ന നിങ്ങളുടെ സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഐഡ സ്കഡർ എന്ന് പറയുന്ന ആ യുവതി ഈ രാജ്യത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചു. അവളുടെ മുത്തച്ഛൻ മുതൽ ഉള്ള എല്ലാ ഡോക്ടേഴ്സും ഈ ലോകത്തില് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ചു. നമ്മുടെ രാജ്യത്തെ ഇന്ന് ആരോഗ്യ നിലവാരത്തിൽ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാൻ അവർ കാണിച്ച ആ പ്രയത്നം നിങ്ങൾക്കതിൻ്റെ പിന്തുടർച്ചക്കാരാകാൻ കഴിയുമോ? എന്തിനാണ് പണം സമ്പാദിക്കുന്നത്? പണം ആവശ്യമാണ്, പക്ഷേ ആ പണം കൊണ്ട് നിങ്ങൾ എന്ത് നേടും? ഇതെല്ലാം നിങ്ങൾ ഇട്ടേച്ചു പോകണ്ടേ? എന്നാൽ പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള ജനങ്ങൾ, നിവൃത്തിയില്ലാത്ത ജനങ്ങൾ, നിങ്ങൾക്ക് 500 രൂപ 600 രൂപയൊക്കെ സേവന ഫീസായിട്ട് തരുവാൻ നിവൃത്തിയില്ലാത്ത, വേണ്ടുന്നത്ര ചികിത്സ കിട്ടാത്ത അനവധി രോഗികളെ ദിനം തോറും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അടുക്കൽ അനേകർ ചികിത്സയ്ക്ക് പണമില്ലാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലൊക്കെ നമുക്ക് ചികിത്സ കിട്ടുമെന്ന് പറഞ്ഞാലും സർക്കാർ ആശുപത്രികളിൽ വേണ്ടുന്ന ചികിത്സാ രീതികളില്ല. ഉണ്ടെങ്കിൽ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ലോങ് ടൈം കാത്തിരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അവരുടെ രോഗങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മുതലാളിമാരോട് എനിക്ക് താഴ്മയോടെ അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിൽ ഐഡ സോഫിയ സ്കഡർ എന്ന് പറയുന്ന ആ യുവതി എടുത്ത പ്രതിഷ്ഠ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളൊന്ന് എടുക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ജീവിതങ്ങൾ ബാക്കിയാകും. നിങ്ങൾ നിമിത്തം ഒരുപാട് ജീവിതങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൊള്ള ലാഭത്തിന് വേണ്ടിയിട്ട് പലരെയും നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സങ്കടകരമായ വസ്തുത യാഥാർത്ഥ്യബോധത്തോടുകൂടി നിങ്ങൾ ഉണരുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായവിധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ സമ്പാദിച്ചതൊന്നും തന്നെ നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമാകുകയില്ല. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന സേവനമുണ്ടല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ വിശന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ചികിത്സിച്ചു എന്ന് പറയുന്ന ആ വാക്കുകൾ തമ്പുരാന്റെ വായിൽ നിന്ന് കേൾക്കുവാൻ നിങ്ങൾക്ക് കൊതിയില്ലേ? നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തേക്കടലച്ചൻ.